എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കവിത എന്നത് ഒരു വിത്തുപാകലാണ്. ചിലപ്പോൾ അത് 100 മേനി ഫലം കൊയ്തേക്കാം, ചിലപ്പോൾ കുറച്ചു കാലത്തേക്കെങ്കിലും നിശ്ചലമായി നിന്നു പോയേക്കാം. പക്ഷേ അടുത്ത മഴയിൽ അത് വീണ്ടും മുളച്ചു പൊന്തിയേക്കാം. മലയാള കവിതയോട് സംബന്ധിച്ചിടത്തോളം ഇത്തരം വിത്തുപാകലുകളും മുളച്ചു പൊന്തലുകളും ഒരുപാട് നടക്കുന്ന, ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അങ്ങനെയുള്ള വിത്തുപാകലുകളുടെ പിരിവുകൾ പലതുണ്ട്. സ്ത്രീ കവിതകൾ, പാരിസ്ഥിതിക കവിതകൾ, ദളിത് കവിതകൾ. അതോടൊപ്പം നമുക്കിന്ന് ചേർത്ത് വയ്ക്കാവുന്ന വളരെ സവിശേഷമായ ഒരു വിത്തുപാകലുകളുണ്ട്. അതാണ് ഗോത്രകവിത സാഹിത്യം. ഇന്നത്തെ ഈ കവി ഗോത്രം എന്ന ഈ സെക്ഷനുകളിൽ ഗോത്ര കവിതകളുടെ കടന്നു വഴികൾ, പരിണാമ വഴികൾ, അതിലെ ജീവിത സംഘർഷങ്ങളും രാഷ്ട്രീയ ചിത്രങ്ങളും ആധുനികത വൽക്കരണമെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. എന്നോടൊപ്പം ഈ വേദിയിൽ നിന്ന് എത്തിയിരിക്കുന്നത് തങ്ങളുടെ സ്വതസിദ്ധമായ ശൈലി കൊണ്ട് വിത്തുപാകലുകൾ നടത്തിയിരിക്കുന്ന ഗോത്രകവിയായ ശ്രീ സുകുമാരൻ ചാലിക്കതയും ശ്രീ അക്ബറുമാണ്. നിങ്ങളെല്ലാവരെയും ഈ ചർച്ചയിൽ സജീവമാകാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സുകുമാരൻ ചാലിക്കത, എല്ലാവരും ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മയക്കത്തിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് താങ്കളുടെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. താങ്കളൊന്ന് വിളിച്ചാൽ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഞാൻ കവിത ചൊല്ലുമ്പോൾ കൃത്യമായിട്ടും ആരും ആസ്വദിക്കരുത്. ഞാൻ നേരത്തെ അത് പറയുകയാണ്. എനിക്ക് കുറച്ച് വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് വഴക്ക് കിട്ടിയ ഒരു മനുഷ്യനാണ് ഞാൻ. ഇപ്പോഴും വഴക്കിൽ നടക്കുന്നതാണ്. അതെല്ലാം തരണം ചെയ്ത് വയ്യാതെ ക്ഷീണിച്ച് മരുന്നും കഴിച്ച് ഒന്ന് കാലിലൊന്നും വയ്യ. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഇത്തരത്തിലുള്ള സാഹിത്യം, കവിത എഴുതുന്നത്. ഗോത്ര സാഹിത്യമല്ല, ഞാൻ ഒരു കേരള കവിയാണ്. കേരളത്തിലുള്ള ഒരു കേരള കവി, അല്ലെങ്കിൽ മാപ്പിള കവിയോ ക്രിസ്ത്യാനി കവിയോ നായർ കവിയോ നമ്പ്യാർ കവിയോ തമ്പുരാൻ കവിയോ ഒന്നും പറയാൻ അങ്ങനെ ഒന്നും പറയാൻ സാധിക്കില്ലല്ലോ. അപ്പം ഞാനും ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു മലയാളിയാണ്. ആ മലയാളിയുടെ ഒരു കവിതയാണ് ഞാനെന്ന് നടുക്കടലിൽ മുങ്ങാങ്കുഴിയിട്ട് നീന്തും നേരം ഒരു മീനെൻ്റെ നേരെ വന്നു. ഞാൻ വിചാരിച്ചു, അന്നൊരു മരത്തിൽ കുടിൽ കെട്ടുമ്പോഴൊരു പുലി ചാടി കയറിയ നേരം ഞാൻ വീണ്ടും വിചാരിച്ചു, ഈ ദിനത്തിൽ ഇടിവെട്ടി പെയ്ത മഴ പുഴ വെട്ടിയ മണ്ണിന് മൂക്കുത്തിട്ടിയെന്ന്. പുഴയിലെ പുഴപ്പൂവുകൾ തളിർത്തപ്പോൾ ഒരു തവള തടിവെട്ടുകാരനെ കൂവി ഓടിച്ചു. അമ്മ! നല്ല രസമുണ്ടല്ലേ? ഇല്ല, ഒട്ടും രസമില്ല. ആനയുടെ കാലുണക്കാൻ അണ്ണാൻ ചെത്തി എടിഞ്ഞിൽ കൊടുക്കുവാൻ പോയ കൊതുകിനെ ആരോ ടൈക്കെട്ടി വിട്ടിട്ട് വിമാനം കയറ്റി പറപ്പിച്ചു. ചോദ്യം വരുമ്പോൾ നല്ല നല്ല ഊത്തുകുത്തു കുത്തുമ്പോൾ അല്ലേ മല്ലേ ഓരിട കപ്പ കപ്പ കാച്ചൽ കഴിച്ച് കൂവ 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 പൂവിൽ കുത്തരി ചോറ് കൂവ കൂവ ഓ
കിളി 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 കിളി. കപ്പലിന് താരാട്ടുന്ന ഇരുട്ടിനെ പൂക്കളാക്കുന്ന നക്ഷത്രങ്ങൾ രാത്രിയിൽ ഒരാമയണിഞ്ഞ കൽപ്പൊടിയിൽ എൻ്റെ കാമുകയെ രക്ഷിച്ച് കടലിനടിയിൽ നിന്നും ഒരു ടോർച്ചടിച്ചു. ആ വെളിച്ചത്തിൽ കാണാത്ത മീനും കവിയാത്ത കവിതയുമായി തീരാത്ത തിരയുമായി മുളച്ചു പൊന്തിച്ചു കാണിച്ച ആ കാമുകനെ ഇപ്പോ കാണിക്കില്ല. ഒന്നുമില്ലാന്ന് വിചാരിക്കരുത്, ഉണ്ട്. രജനികാന്ത് വരും, ഷാറുഖ് ഖാൻ വരും, അമീർ ഖാൻ വരും, വിജയ് വരും, പ്രഭാസ് വരും, ശിവകുമാർ, തമ്മ, ഉമ്മ, പുതിയൊരു നടി വരും. അത് എൻ്റെ ഭാര്യയാണ്. ആ ഭാര്യയുടെ കുടുംബവും വരാറുണ്ട്. കണ്ടോളി, മാതൃഭൂമി ടാക്കീസിൽ ഇതാ വരുന്നു. ജോഗി ചാത്തൻ കുളിയൻ ചെലുവൻ കുർമൻ വെള്ളച്ചോമി കരിയൻ അച്ഛൻ. ജോഗി ചാത്തൻ കുളിയൻ ചെലുവൻ കുർമൻ വെള്ളച്ചോമി കരിയ അച്ഛൻ. മാച്ചി ഇറങ്ങി ചെന്ന് പുഴയിലേക്ക് നോക്കിയപ്പോൾ നീന്തി വരുന്ന കൊമ്പനെ കുത്താൻ കരകുത്തി മൂത്ത വവ്വാൽ ഒരു വീശൽ, പറവീശൽ, ഒരു പറവീശൽ. ആ വീശലിൽ തെറിച്ച പുഴനീർത്തുള്ളിയെ പറ്റിയെടുത്ത മാച്ചിക്ക് കിട്ടിയ താരാട്ടിൽ ഒരു കാട്ടുടുമ്പ് ഉറങ്ങിപ്പോയി. മനസ്സിലായില്ല അല്ലേ? ഞാനെന്ന നടുക്കടലിൽ മുങ്ങാങ്കുഴിയിട്ട് നീന്തും നേരം ഒരു മീനൻ്റെ നേരെ വന്നു. ഞാൻ വിചാരിച്ചു ഒന്നും ചെയ്യില്ല, വെറും നുണ. ക്ലൈമാക്സ്. നീന്തി 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 എൻ്റെ മൂക്കിലെ വായിലെ കുമിളകളെ ബലൂണാക്കി പറത്തിയപ്പോൾ ഒരു വലിയ മീനൻ്റെ നേരെ വന്നു. 1 സെക്കൻഡ്. പകല ഉത്സവപ്പറമ്പിലെ പമ്പരത്തിൽ കയറി ആൾക്കാരുടെ തലകറക്കി ഭൂമിയും ചിരിച്ചുകൊണ്ട് കറങ്ങിയപ്പോൾ എൻ്റെ കാലെത്തി, മുട്ടെത്തി, തുടയെത്തി, അരയെത്തി, വയറെത്തി, ഞെന്തെത്തി, തോളെത്തി, കഴുത്തെത്തി, താടിയെത്തി, വായെത്തി, കവിളെത്തി, മൂക്കെത്തി, കണ്ണെത്തി, പുരികത്തിൽ തൊട്ട്, നെറ്റിയിൽ തൊട്ട്, തലയിൽ കയറി. സ്നേഹം കൊണ്ട് പറയുകയാണ്, കുറച്ചു നേരം നിങ്ങളെല്ലാവരും ശൂന്യമാകാമോ? മുടിനാരും തൊഴുകി മുന്നോട്ട് നീണ്ട് നീണ്ട് തല കഴിയും നേരത്തൊരു വലയുടെ വാലാട്ടി ആ അടിയേറ്റ് തെറിച്ചെത്തിയ മകനെ മുറത്തിൽ പിടിച്ചെടുത്തു തന്ന മാച്ചിയുടെ തെറിച്ച മകനാണ്. മാച്ചിയുടെ തെറിച്ച മകനാണ് ബേത്തിമാരൻ. ആ കടലും പുഴയും നീന്തിയെത്തുവാൻ അവന്റെ കണ്ണുകൾ മതി. അവയാ വായോ. മയിൽ ചിറകും മരപ്പാലും മലകുടലും കൽക്കതിരും തേനും കാറ്റും മുന്തിരിക്കാടും മുരിങ്ങത്തൂവൽ കടന്നൽ കൂടടക്കം ഒരു തോടും. മലകുടലും കൽക്കതിരും തേനും കാറ്റും മുതിരക്കാടും മുരിങ്ങത്തൂവൽ കടന്നൽ കൂടടക്കം ഒരു തോടും. തോട് അവൻ്റെ കോടാണ്, ബേത്തിമാരൻ്റെ സ്വന്തം കോട്. താങ്ക് യു. നന്ദി ശ്രീ സുകുമാരൻ. ബേത്തിമാരൻ എന്ന പേരിൽ തന്നെയാണ് നമ്മുടെ സുകുമാരൻ ചാലക്കുടി അറിയപ്പെടുന്നത്. അതേപോലെ കൂവലിൻ്റെ കവി എന്നൊരു പേരുകൂടെ ശ്രീ സുകുമാരനുണ്ട്. മീനുകളുടെ പ്രസവമുറി, കുറു എന്നിങ്ങനെ നിറയെ
കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 20 വർഷത്തിലേറെയായി നമ്മുടെ മലയാള കവിതാ രംഗത്ത് അദ്ദേഹം സജീവമായിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രശ്നമാണ് ഗോത്ര കവികൾ അല്ലെങ്കിൽ മുഖ്യധാര കവികൾ എന്നൊക്കെയുള്ള ഒരു 2 തിരിവുകൾ. ഇപ്പോൾ സുകുമാരൻ പറഞ്ഞതുപോലെ ഞാനും മലയാള കവി, അതാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം അടുത്തത് ശ്രീ അക്ബറിനോടാണ്. ഇപ്പം മുഖ്യധാര കവികൾ, ഗോത്ര കവികൾ എന്നിങ്ങനെയുള്ള തിരിവുകൾ വരുമ്പോൾ ഇപ്പോൾ സുകുമാരൻ പറയുന്ന അല്ലെങ്കിൽ സുകുമാരൻ എഴുതുന്നത് പോലെ ആ വേദനകൾ പുറത്തുനിന്ന് എഴുതുന്ന ഒരാൾക്കും അത് അതേപോലെ ഉൾക്കൊണ്ട് എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്ങനെ പറ്റും എന്നാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. കാരണം എൻ്റെ വീട് നേരിമംഗലം എന്ന സ്ഥലമാണ്. നേരിമംഗലം കാടിൻ്റെ ഒരു പ്രദേശമാണ്. ആദിവാസികളടക്കമുള്ള ഈറ്റപ്പണിക്കാരടക്കമുള്ള ഒരു പഴയ കാലത്താണ് ഞാൻ ജനിച്ചത് അവിടെ. നേരിമംഗലം എറണാകുളം ജില്ലയുടെ അറ്റമാണ്, ഇടുക്കി ജില്ലയുടെ അതിർത്തി, 2 ജില്ലകളിലെ അതിർത്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. എൻ്റെ ആദ്യ സമാരം ബാംസൂരിയിൽ എഴുതി കഴിഞ്ഞ് പിന്നീട് വരുന്ന എസ് ജോസഫ് സാറിൻ്റെ കവിതകൾ വരുമ്പോഴാണ് ഇങ്ങനെയൊരു വ്യത്യാസം, കവിതയെ എങ്ങനെ നമ്മുടെ അനുഭവത്തിലേക്ക്, നമ്മുടെ സ്വന്തം അനുഭവത്തിലേക്ക് മാറ്റാം എന്ന് തോന്നിയത്. അങ്ങനെയാണ് കവിത വരുന്നത്. അങ്ങനെ ഞാൻ പറയുന്നത് അശോകൻ മറയൂരും ചാലികദ്ദയൊക്കെ MP മനോജ്, എവിടെ ഇരിക്കുന്ന MP മനോജും ഒക്കെ എഴുതുന്നത് അവരുടെ അനുഭവങ്ങൾ തന്നെയാണ്. കാരണം ഒരു കാലത്ത് ഒരു പ്രത്യേക വർഗത്തിൻ്റെ കയ്യിലായിരുന്നു കവിത. ഈ കോഴിക്കോട് നിന്ന് തന്നെ പറയുമ്പോൾ പ്രത്യേകമായി പറയേണ്ടത് മാപ്പിളപ്പാട്ട് എന്നൊരു സംഭവമുണ്ട്. മാപ്പിളപ്പാട്ടിന് വരെ കവിതയല്ല എന്ന് പറഞ്ഞും മാപ്പിള മഹാകവി എന്ന് പറഞ്ഞ മൊയ്യൻകുട്ടി വൈദ്യരെ വരെ പ്രതിഷ്ഠിച്ചേക്കുകയാണ്. കാരണം മഹാകവി അല്ല, മാപ്പിള മഹാകവി മാത്രമാണ്. അതായത് മാപ്പിളമാരുടെ മഹാകവി. മാപ്പിള എന്ന് പറഞ്ഞാൽ മലബാറിൽ മുസ്ലിങ്ങൾ. അങ്ങനെ ഒരു പ്രതിഷ്ഠകൾ, അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ അടിച്ചേൽപ്പിക്കൽ തുടരുമ്പോഴാണ് വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ വേറിട്ട രീതിയിലുള്ള കവിതകളും ശബ്ദങ്ങളും കഥകളിൽ പോലും, അതായത് സാഹിത്യരൂപങ്ങളിൽ പോലും വരുന്നത്. സി എഫ് മാഷൊക്കെ പണ്ടേ കഥകളിൽ വ്യത്യസ്തമായ ശബ്ദങ്ങൾ തുടങ്ങിയതാണ്, ദളിത് പരിസരത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട്. കവിതയിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് 90-കൾക്ക് ശേഷമാണ് ഇത്തിരി കൂടി ശക്തമായിട്ട് വരുന്നത്. 2000-നൊക്കെ ശേഷം വ്യത്യസ്തമായ ഒത്തിരി പേര് എഴുതുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അനീഷ് പാറമ്പുഴയൊക്കെ പോലെ, അല്ലെങ്കിൽ അജിത MK പോലെ, അങ്ങനെ ഒത്തിരി പേര് ഇരിക്കുന്നു. എൻ്റെ ജ്യേഷ്ഠകവി ഷൗക്കത്ത് അലി മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേര് എഴുതിക്കൊണ്ടിരിക്കുന്നൊരു തലമാണ്. അന്നേരം അവരവരുടെ അനുഭവങ്ങൾ അത്ര തീഷ്ണമായിട്ട് അനുഭവിക്കുന്നത്. ഞാൻ അനുഭവിച്ചു അതുപോലെ തീഷ്ണമാണ്. ഞാൻ എപ്പോഴും കൂട്ടിയിരുന്നൊരു വാക്കാണ് MP മനോജിൻ്റെ കവിതയിൽ, ഈ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ വീട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു വരിയുണ്ട്. അത് എനിക്ക് വലിയ സ്ട്രൈക്ക് ചെയ്ത വരി. കാരണം എൻ്റെ വീടും അങ്ങനെയായിരുന്നു. അതുപോലെ ഒരു തലത്തിൽ നിന്നാണ് ഞാൻ വന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയൊക്കെ തന്നെ ഏറെക്കുറെ. അതുകൊണ്ട് അങ്ങനെ ഒരു ഇടങ്ങളെ അടയാളപ്പെടുത്താൻ ഒരു കാലത്ത് കവിതയിൽ മടിയായിരുന്നു. കാരണം വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന കവികളുണ്ടായിരുന്നു. പേരൊന്നും പറയുന്നില്ല. അവരൊക്കെ വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ട് ആ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് വീട് വിട്ടിറങ്ങിപ്പോയ കവികൾ മലയാളത്തിലുണ്ട്. അവരെഴുതി വെച്ച അനുഭവങ്ങൾ ഉണ്ടാക്കിയ അനുഭവങ്ങളാണെന്ന് ഞാൻ പറയുള്ളൂ. അതല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ജീവിതം ദരിദ്രവുമായ ഒരു അനുഭവ പരിസരമുള്ളവരാണ് ഈ പറയുന്ന ഞാനടക്കം ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ചാലികത അടക്കമുള്ളവർ അനുഭവിക്കുന്ന ആ അനുഭവത്തെ തീഷ്ണമായി സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുന്നു എന്നാണ് ഈ കവിതയുടെ പ്രത്യേകത. കാരണം അല്ലാതെ അതിൽ പ്രത്യേകമായി അനുഭവ കഥകൾ ഉണ്ടാക്കി ഈ കവിത എഴുതാൻ ഞാൻ പട്ടിണി കിടന്നു, മഹാകവിയുടെ അടുത്ത് പോയാണ് ഈ കവിതയെ അവതരിപ്പിച്ചതെന്നൊക്കെ പറയുന്ന കപടമായ ഒരു രീതിയുണ്ട്. അത് അവരെ ഉണ്ടാക്കി വെച്ച അനുഭവമാണ്. ഈ ഉണ്ടാക്കാത്ത അനുഭവമാണ് ഇതൊക്കെ. നമ്മൾ അനുഭവിച്ച അനുഭവത്തെ മാത്രമാണ് കവിതയായിട്ട് ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ളൂ. സുകുമാരനും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സുകുമാരൻ്റെ ഒത്തിരി കവിതകൾ എനിക്കിഷ്ടമാണ്. ഈ ദളിത് കവിതയുടെ പ്രത്യേകത അത് തന്നെ. ദളിത് കവിത, ഗോത്രകവിത എന്നൊക്കെ പറയുന്നത് ദളിത് കവിതയുടെ പ്രത്യേകത സത്യസന്ധമായി കവിതയെ സമീപിക്കുന്നവരാണ് മിക്കവരും. അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ എങ്കിലും ആ സത്യസന്ധമായിട്ട് അവരുടെ അനുഭവങ്ങൾ, അവർ അനുഭവിച്ച രീതികൾ,
ജാതിയില്ല എന്ന് പറയുമ്പോഴും ഓരോ ദിവസവും നമ്മൾ ജാതി, കഴിഞ്ഞ ദിവസം തന്നെ കറുപ്പ് എന്ന വിഷയം പുറത്തു കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അത് കവിതയിലൂടെ അഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരിയുണ്ട്. അത് ഇപ്പോഴും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ അക്ബർ പറഞ്ഞതുപോലെ അനുഭവങ്ങൾ, എല്ലാ കവിതകൾക്കും അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ വീരാൻകുട്ടി മാഷിൻ്റെ മൺവീട്, ഇപ്പോൾ നമ്മുടെ കൂടെ ഇന്നേക്ക് ആര്യഗോപി മാമരണം, അവരുടെ മണ്ണടുപ്പുകൾ, എൻ പ്രഭാകരൻ്റെ കരി എന്നീ കവിതകളിലെല്ലാം താഴ്ന്ന വേദന അനുഭവിക്കുന്ന വിശപ്പിൻ്റെ നിലവിളികളെല്ലാം നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അശോകൻ മറയൂർ പറയുന്നുണ്ട്, പുറമേ നിൽക്കുന്ന അല്ലെങ്കിൽ മുഖ്യധാരാ സമുദായത്തിൽ നിന്നുള്ള ഒരു കവിക്ക് അകമേ നിൽക്കുന്ന ആദിവാസി ലോകത്തെക്കുറിച്ച് നന്നായിട്ട് എഴുതാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ലോകത്തിൽ നടക്കുന്ന യുദ്ധങ്ങളുടെ വേദനകളെല്ലാം നമ്മളുമേ അതേപോലെ അനുഭവിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ചോദ്യം ശ്രീ സുകുമാരൻ ജാലഗിതയോടാണ്. താങ്കളുടെ രാവുള ഭാഷയിലും എഴുതുന്നുണ്ട്. ഇപ്പോൾ അക്ബർ സാർ പറഞ്ഞു അദ്ദേഹത്തിന് വേദനകൾ, ആദിവാസികളുടെ വേദനകളെല്ലാം അതേപോലെ തീവ്രമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു. ഇപ്പം പുറത്തു നിന്ന് ഉള്ള ഒരാൾക്ക് താങ്കളുടെ അല്ലെങ്കിൽ താങ്കളുടെ സമൂഹത്തിൻ്റെ വിഷമതകളും കഷ്ടതകളുമെല്ലാം അതേപോലെ അവരുടെ കവിതകളിൽ പ്രതിഫലിപ്പിക്കാനാകുമോ ഇല്ലയോ? എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്രയും കാലവും ആദിവാസികളെ കുറിച്ച് പുറത്തുള്ള ആൾക്കാരാണ് പിന്നെ എഴുതിയത്. അപ്പം ഇപ്പം നമുക്ക് കേരളത്തിൽ ഒരുപാട് എഴുത്തുകാർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെൻ്റെ ഭാഗ്യമെന്ന് ഞാൻ പറയും. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സീന തച്ചങ്ങാട്, പ്രകാശ് ചന്തളം, ആർ കെട്ടപ്പാടി, പിന്നെ ബിന്ദു ഉരുളം, ധന്യ വെങ്ങച്ചേരി, ഇത്തരത്തിലുള്ള ഒരുപാട് എഴുത്തുകാരെ നമുക്ക് കേരള സാഹിത്യത്തിലേക്ക്, കേരളത്തിന് ലഭിച്ചല്ല ലോകത്തിന് ലഭിച്ചത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ആദിവാസി ജീവിതം പുറത്തുള്ള ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും എഴുതിയിട്ട് അവരുടെ ഫീലിംഗ് മനസ്സിലാക്കാൻ സാധിക്കില്ല, ഒന്നും സാധിക്കില്ല. അത് ഞാൻ ഉറപ്പ് പറയുന്നു. അത് വലിയ എഴുത്തുകാരായാലും ശരി, എല്ലാം ശരി, അത് അവരെ കൊണ്ടേ സാധിക്കില്ല അവരുടെ ജീവിതം എഴുതാൻ. ആ ജീവിതമാണ്. ഞാൻ ഈ മാതൃഭൂമിയിൽ ആഴ്ചപ്പതിപ്പിൽ ഒരു കവിത വന്നായിരുന്നു, പെൺപന്നിയുടെ പാട്ട്. ആ കവിത എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മാഷുണ്ട്, എം പി മനോജ് മാഷ്. അപ്പോൾ ആ കവിതയ്ക്ക് ഞാൻ പെൺപന്നിയുടെ പാട്ടെന്നാണ് പേരിട്ടത്. അപ്പം മാഷും അത്തരത്തിലുള്ളൊരു കവിത എഴുതിയിട്ടുണ്ട്, പന്നിപ്പാട്ട്. മാഷിൻ്റെ ആ കവിത വായിക്കാൻ ഞാൻ ഇടയായിപ്പോയി. അതും ഒരു പിന്നെ ദളിത് ജീവിതമാണ്. ഇടുക്കിയിൽ അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം എഴുതിയത്. ഞാൻ എഴുതിയ പെൺപന്നിയുടെ പാട്ട് എഴുതിയിട്ട് ഞാൻ നിർത്തിയതാണ്. കാര്യം എനിക്ക് അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കരയാൻ തോന്നി, കരഞ്ഞു പോയി ഞാൻ. എന്നിട്ട് വേണ്ടാന്ന് നിർത്തിയതാ. അപ്പം അതുകൊണ്ട് ആ പെൺപന്നിയുടെ പാട്ട് ഇപ്പോൾ ഒരു വേദിയിലും ഞാൻ ചൊല്ലാറില്ല, എനിക്ക് കരച്ചിൽ വരും. കാര്യം എന്താന്ന് വെച്ചാൽ അതിൽ ഒരു ആദിവാസിനെ, ഒരു മൂപ്പനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഒരു കാട്ടുപന്നി വെടിയേറ്റിട്ട് 10 കുട്ടികളെ പ്രസവിച്ച് മണലിലേക്ക് പ്രസവിച്ചിട്ടിട്ട് ഓടുകയാണ്. ചാവുന്നതിന് മുന്നേ ഈ കുഞ്ഞുങ്ങളെ മൊത്തം പ്രസവിച്ച് തീർക്കുന്ന ആ ഒരു കാട്ടുപന്നി. ആ മണ്ണും ആ മണലുകളാണ് ആ പന്നിയെ ഒരുക്കുന്നത്, ആ കുഞ്ഞുങ്ങളെ ഒരുക്കിയെടുക്കുന്നത്. നക്കി തുടച്ച്, ഈ മൃഗങ്ങളുടെ ഒരു അവസ്ഥയില്ലേ, അവരെ നക്കി തുടച്ചാണ് കുഞ്ഞുങ്ങളൊക്കെ ഒരുക്കുന്നത്. രാവിലെ മീൻ തിന്നപ്പോൾ ഒരു മുള്ളു കുടുങ്ങിപ്പോയി പല്ലില്. അപ്പം ഈ നാവ് ആ മുള്ളിനെ തഴുകി കുഞ്ഞുങ്ങളെ പോലെ പുറത്തെടുക്കാൻ നോക്കുക. എന്ത് ചെയ്യുന്ന ഒരു പിടുത്തമില്ല. അതങ്ങനെ ആക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള പിന്നെ സങ്കടകരമായ
അല്ലെങ്കിൽ അവരുടെ ജീവിതം സന്തോഷകരമായ ജീവിതമാണ് നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിൽ ഇപ്പോൾ തുടർന്നും എഴുതിക്കൊണ്ടിരിക്കുന്ന ഗോത്ര കവികൾ. പിന്നെ ഞങ്ങൾ ഗോത്ര കവികൾ എന്നല്ല പറയാം, പുറത്തുള്ളവരൊക്കെ തൊട്ട് ഇട്ട് വെച്ചതാണ്. ഇനി അതിപ്പോൾ വായിച്ചു കളഞ്ഞാലും മായില്ല. അപ്പം അത്തരത്തിലുള്ള കവിത ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നമ്മൾ DC ഒരു പുസ്തകം ചെയ്തിരുന്നു, ഗോത്ര കവിതകൾ. ഒരു 10-40-30 കവികളുടെ ചെയ്തായിരുന്നു. അപ്പം ആ കവിതയിൽ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ദാമോദരൻ ചേട്ടൻ ഇവിടെ, അദ്ദേഹം ഗംഭീര കവിയാണ്, ചേട്ടനും അനിയനും. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ ഊരിൽ നിന്ന് എല്ലാവരും കാട്ടിലേക്ക് പോകും. വിറകിനായാലും മറ്റ് പലതരത്തിലുള്ള ഭക്ഷ്യ സാധനങ്ങൾ എടുക്കാനായാലും എല്ലാവരും. അപ്പം 2 കുട്ടികൾ തനിച്ചാവും. 2 കുട്ടികൾ തനിച്ചാവുമ്പോൾ ഈ കുട്ടികൾ ഒരു വീട്ടിലിരുന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലെ കുട്ടീനോ അവർ തമ്മിൽ സംഭാഷണമാണ്. നമ്മളിപ്പോൾ ഫോണിലൊക്കെ അല്ല സംസാരിക്കുന്നത്, കോളിങ്, ഒറ്റ മിസ് കോള് അല്ലെങ്കിൽ ഇത് മതി. അത് ഇപ്പം അവർ അപ്പം ആ കുട്ടി അങ്ങനെ വിളിച്ച് ചോദിക്കുക, എടിയേ എന്നൊക്കെ അറിയാ, എൻ്റെ വീട്ടിൽ മീന് കറിയാ, ഞണ്ട് കറിയാ എന്ന് അവരങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വൈകുന്നേരം വരെ അച്ഛനും അമ്മയും കുടുംബക്കാരും അവരുടെ ഗ്രാമക്കാരും എല്ലാം വരുന്നത് വരെ ഇവർ പേടിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്, പേടിക്കാതിരിക്കാൻ. അപ്പം ഇത്തരത്തിലുള്ള ജീവിതം അനുഭവമാണ് പിന്നെ ദാമോദരൻ ചേട്ടൻ പിന്നെ ആ കവിതയിൽ ഉൾക്കൊള്ളിച്ചത്. ഇപ്പം ഈ അടുത്ത് ഈ RK അട്ടപ്പാടിയുടെയും പ്രകാശ് ചന്തളത്തിൻ്റെയും 2 കവിത എനിക്ക് തന്നു. ഞാൻ വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ പേരൊന്ന്, ഒരു കവിതയുടെ പേര് ഇല, അത് പ്രകാശിൻ്റെ കവിതയാണ് ഇല. RKയുടെ കോട്ടുവായി, ഇതാണ് കോട്ടുവായി. മനസ്സിലായോ? അപ്പം ഇത്തരത്തിലുള്ള കവിതകൾ ഇവർ നല്ല വൃത്തിയോടെ എഴുതുന്നുണ്ട്. എൻ്റെ കയ്യിലുണ്ട്, എന്നെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സമയം കിട്ടിയാൽ ഞാനത് ചൊല്ലും ഇവിടെ തീർച്ചയായും. അപ്പം ഇത്തരത്തിലുള്ള ജീവിതാനുഭവമാണ് ചെയ്യുന്നത്. മീനുകളുടെ പ്രസവമുറി ഞാൻ എന്ന കവിത ഒരുപാട് കാലം മുന്നേ ഞാൻ എഴുതിയ ഒരു കവിതയാണ്, മീനുകളുടെ പ്രസവമുറി. അപ്പം അന്ന് ദേശാഭിമാനിയിലോ വന്ന കവിതയാണ്. അന്നാണ് ആ കവിത ഒരാൾ പിന്നെ ഒരു വലിയൊരു നിരീക്ഷകൻ അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു. പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മറ്റേ റഷ്യയിലോ ഫ്രഞ്ചിലോ ഉള്ള ഏതോ എഴുത്തുകാരൻ ഇത്തരത്തിലുള്ള സാധനം എഴുതി വച്ചേക്കുന്നത്. ഞാൻ ഈ ഫ്രഞ്ചത്തെ പുസ്തകം വായിച്ചില്ല, ഈ ലോക പുസ്തകം വായിച്ചില്ല, ആരെയും വായിച്ചില്ല. ഇവിടുത്തെ കുഞ്ഞു കവികളുടെ കവിതകളും കഥകളൊക്കെ ഞാൻ വായിച്ചുള്ളൂ. പിന്നെ എങ്ങനെ ഇത്തരത്തിലുള്ള ഈ മീനുകളുടെ പ്രസവമുറി എന്ന് പറഞ്ഞ ഈ കവിത ലോക കവിതയായിട്ട് മാറും? അപ്പം ഇത്തരത്തിലുള്ള ചിന്ത എങ്ങനെയാണ് ആദിവാസി എന്ന് പറയുന്ന നമ്മളെല്ലാവരും വിളിക്കുന്ന ആൾക്കാരുടെ തലയിൽ വന്ന് കയറുന്നത്? അപ്പം ഇത്തരത്തിലുള്ള കവിതയല്ലേ നമ്മൾ ഇനി പുതിയൊരു ലോകത്തിന് വേണ്ടി, അതൊരു ലോകമാണ്, നമുക്ക് സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാം. അമേരിക്കയിലേക്ക് പോവാം, കവിതയിലൂടെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അമേരിക്കയിൽ പോവാം, പല രാജ്യങ്ങളിലും പോവാം, കടൽ ചാടിക്കടന്ന് കടലിലൂടെ കടന്നു പോവുക, ആകാശത്തിൽ പറക്കാം, വിമാനത്തിൻ്റെ അപ്പുറത്തേക്കുള്ള വേഗതയിൽ നമുക്ക് പറക്കാം, ഏതെങ്കിലും പണക്കാരൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് ഒരു കെട്ട് പൈസ എടുക്കാം. കവിതയിൽ സ്വന്തമായ സ്വപ്നമാണത്. നമ്മുടെ വീട്ടിൽ കഥയും കവിതയും പാട്ടും വളരുമ്പോൾ അത് ഒരു പത്തായമാണ്. നമുക്ക് സൗന്ദര്യം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന ഒരു പത്തായം. ആ സന്തോഷത്തിലാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരെ കാണുന്നത്. ശ്രീ സുകുമാരൻ ഇവിടെ കവിതകളുടെ അനുഭവങ്ങളും നമ്മളോട് പറയുകയായിരുന്നു. ആത്മാംശം
അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ കവിതകളിൽ മറ്റൊരു ആളുകൾ എഴുതുമ്പോൾ അത്രയും വരില്ല എന്നാണ് അഭിപ്രായം. പക്ഷേ ഒരാൾക്കൊരു അനുഭവം ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾക്കത് വരുന്നത്. അപ്പോൾ ഏതൊരു കവിക്കും ഒരു നൊമ്പരോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കഷ്ടം കാണുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യുമ്പോഴാണ് അവിടെയും സൃഷ്ടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ കവിതകളും ഓരോ അനുഭവങ്ങളുടെ നേർക്കാഴ്ചകളാണ്. ഇതേപോലെ രണ്ടാമതൊരു വാദം പറഞ്ഞിരുന്നു, ഗോത്ര കവിതകൾ എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തിരിവ് ആവശ്യമില്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ എഴുതുന്ന അശോകൻ മറയൂരിനെ പോലെയൊക്കെയുള്ള ആളുകൾ തങ്ങളുടേതായിട്ടുള്ള ഒരു ഗോത്ര കവിതകൾ അല്ലെങ്കിൽ ഒരു ഗോത്ര കവിത വേണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ദളിത് കവിതകളുടെ കൂട്ടത്തിലൊന്നുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട് എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ രണ്ട് വ്യത്യസ്തതകൾ ഇവിടെ കാണാം നമുക്ക്. അതിലോട്ട് ഞാൻ അധികം ഇപ്പോൾ പോകുന്നില്ല. ബാംസുരി എന്ന കവിതകളിലെല്ലാം കൂടെ പ്രകൃതിയെ വളരെയധികം പ്രകൃതിയെയും അതിൻ്റെ രാഷ്ട്രീയ ബോധങ്ങളെയും എല്ലാം നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ശ്രീ അക്ബർ. ഇപ്പോൾ ആദിവാസി മേഖലകളിലുള്ള രാഷ്ട്രീയ പാരിസ്ഥിതിക കടന്നുകയറ്റത്തെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? പാരിസ്ഥിതിക കടന്നുകയറ്റം ഓരോ കാലത്തും ഉണ്ട്. ഞാൻ താമസിക്കുന്ന ആദ്യം പറഞ്ഞു എറണാകുളം ജില്ലയുടെ അങ്ങേയറ്റം. ഇടുക്കി ആണോ എറണാകുളം ആണോന്ന് തിരിച്ചറിയാൻ പറ്റില്ലാത്ത അതിർത്തിയിൽ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയിൽ വൻകിട കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേസമയം വർഷങ്ങളായി കുടിയേറ്റം നടത്തിയ ആളുകളുണ്ട്. ഈ കുടിയേറ്റം നടത്തിയ ആളുകളടക്കം അവിടെ കയ്യേറ്റക്കാരായിട്ട് പുറത്ത് മറ്റ് ജില്ലകളിലുള്ള എൻ്റെ അടക്കം എറണാകുളം ജില്ലയിലുള്ള ആൾക്കാർ മുദ്ര കുത്തിയേക്കുവാണ്. അങ്ങനെ ഒരു അവസരത്തിലാണ് അവിടെയുള്ള സാധാരണക്കാർ കർഷകർ ജീവിക്കുന്നത്. ഇപ്പോൾ ഈ ഉടുമ്പൻചോല താലൂക്ക്, ദേവികുളം താലൂക്ക് പോലെയുള്ള ദേവികുളം താലൂക്ക് എൻ്റെ താലൂക്കിൻ്റെ അടുത്തുള്ള താലൂക്കാണ്, കോതമംഗലം താലൂക്കിൻ്റെ തൊട്ടപ്പുറമുള്ള താലൂക്ക്. ഇവിടെ അങ്ങനെയാണ് ഇതിനെ പുറത്ത് കാണുന്നത്. ഇപ്പോൾ അരിക്കൊമ്പൻ വിഷയത്തിൽ അരിക്കൊമ്പൻ എന്ന ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയതുമായി ബന്ധപ്പെട്ട് അരിക്കൊമ്പൻ പാവം അതിനെ മയക്കുവെടി വെച്ച് മാറ്റിയത് ഭയങ്കര ദുഷ്ടത്തരപ്പായി പോയി എന്നൊക്കെ പറഞ്ഞ് ഒരു കപട പരിസ്ഥിതി ബോധം അതിൽ ഉണ്ട്. കാരണം ഇത് അവിടെ സാധാരണക്കാരെ അത് ആക്രമിക്കുന്നത്. അവിടെയുള്ള ആദിവാസികളടങ്ങുന്ന തീരെ താഴെക്കടയിലുള്ള തമിഴ് തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന സ്ഥലമാണ് ചിന്നക്കനാൽ, ശാന്തമ്പാറ പഞ്ചായത്തുകൾ. ആ ഭാഗത്ത് നടക്കുന്ന ഇതുപോലെയുള്ള മൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഭയങ്കര എന്നും അതെ. കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ, ഞാനൊരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ചക്കക്കൊമ്പൻ ആക്രമിച്ച് തകർത്തു. അത് ഈ വർഷങ്ങളായിട്ട് താമസിക്കുന്ന സ്ഥലം അവിടെ ആളുകൾ 301 കോളനി എന്നൊരു സ്ഥലം കൊടുത്തേക്കണേ, സർക്കാർ കൊടുത്തേക്കണ സ്ഥലമാണ്. ഇങ്ങനെയുള്ളിടത്താണ് ഈ മൃഗങ്ങൾ വീണ്ടും ആക്രമിക്കുന്നത്. അന്നേരം ആളുകൾ പറയും ഇടുക്കിയിൽ മാത്രം പരിസ്ഥിതി ബാധകവും ബാക്കിയുള്ള ജില്ലകൾക്ക് പരിസ്ഥിതി ബാധകവും അല്ലാത്തൊരവസ്ഥയിലാണ് ഈ ചർച്ചകൾ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പരിസ്ഥിതി ഈ മനുഷ്യനെ മാത്രം, മനുഷ്യൻ്റെ കേന്ദ്രീകൃതമായിട്ട് മാത്രം മനുഷ്യനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പരിസ്ഥിതി ബോധമാണ് വേണ്ടതാണെന്നാണ് എൻ്റെ തിരിച്ചറിവ്. കവിതകളിൽ ഞാൻ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കൂടുതലും ഞാൻ നേരിമംഗലത്തെ കാടും പുഴയും എൻ്റെ ഉമ്മയൊക്കെ അടങ്ങുന്ന ലോകമാണ് ആദ്യകാലത്തെ കവിതകളിലൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാരിസ്ഥിതിക ബോധം ഉണ്ടാകണം. പക്ഷേ മനുഷ്യനും പരിസ്ഥിതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് മനുഷ്യനെ മറന്നുള്ള പാരിസ്ഥിതിക ബോധം അത്ര ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത് ഒരു അപകടകരമായ പരിസ്ഥിതിവാദമാണ്. കാരണം ശരിയാണ്, മനുഷ്യനാണ് എല്ലാത്തിനും കേന്ദ്ര കുറ്റവാളി എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവർ വർഷങ്ങളായി താമസിക്കുന്ന തോട്ടം തൊഴിലാളികൾ, ഇപ്പോൾ മൂന്നാർ, ദേവികുളം, ഉടുമ്പൻചോല അടക്കമുള്ള സ്ഥലം, എനിക്കറിയാവുന്ന സ്ഥലങ്ങളാണ് പറയുന്നത്. വയനാട്ടിലുണ്ട് സമാനാവസ്ഥ. അവരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് വൻകിട കയ്യേറ്റങ്ങളെ ഒന്നും ചെയ്യാൻ സർക്കാരോ മറ്റോ ഒന്നും ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ഈ പരിസ്ഥിതി. അത് തന്നെയാണ് കവിതയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഈ പരിസ്ഥിതി ഇത് പറഞ്ഞാൽ ഒരു ചെറിയ കവിത വായിക്കാം, ചെറുതല്ല, ഒരു കവിത വായിക്കാം. ഇത് നേരത്തെ എഴുതിയൊരു കവിതയാണ്, ഈറ്റകൾക്കിടയിലെ ജീവിതം. ഇത് കാടുമായി ബന്ധപ്പെട്ടാണ്. ഈ നേരിമംഗലത്തെ ഈറ്റപ്പണിക്കാർ, ഈറ്റവെട്ടുകാരുടെ ഒരു കാലം ഉണ്ടായിരുന്നു. അവർ അവിടെ ഉണ്ടായിരുന്ന രണ്ട് കഥാപാത്രങ്ങൾ, എൻ്റെ ഉമ്മ പറഞ്ഞു കേട്ടൊരു കഥയാണ്. ഈ ഭർത്താവിനെ ആന കാട്ടിൽ വെച്ച് ചവിട്ടിക്കൊന്നു.
എന്നാണ് ഇത് ചവിട്ടി കൊന്ന ആളെ കണ്ടെത്തിയിട്ടുള്ളത് വരെ. ആളെ അന്വേഷിച്ച് പോകുന്ന സ്ത്രീയുടെ ഒരിതാണ്. 8:55 പാസഞ്ചർ ബസ് നീളത്തിൽ പായുന്ന കാണുമ്പോൾ ഈറ്റവെട്ടാൻ കാട്ടിലേക്ക് പോയ കുഞ്ഞന്നാമ മറയിലേക്ക് ആളുകളെ തൂണ്ടുന്നു. ഈറ്റക്കാടിൻ ചാലിലൂടെ നടക്കും ആനപ്പറ്റമേ, മഴക്കാറ് തഴമ്പായി പതിഞ്ഞ എൻ്റെ പൗലോയുടെ കൈകൾ കണ്ടോ? ഇലകൾക്കിടയിൽ മുളച്ച കുവൽ പെരുത്തു, ആനച്ചൂരു മണത്ത് മലതോറുമലഞ്ഞ് പൗലോയുടെ ബീഡിക്കറയാൽ വരച്ച കൈലി കണ്ട് അതിൽ നിന്നൂർന്നു വീണ തീപ്പെട്ടിയോട്, മഴയിറങ്ങിയ മലച്ചെതുക്കിൽ ചിരിച്ച ചേരിൻ പെരുക്കിനോട്, ഏറുമാടത്തിൻ ഒഴിഞ്ഞ മൗനത്തോട്, കൂന്ത്രപ്പുഴയിൽ പൊളഞ്ഞ കുയിലിനോട്, അവൻ്റെ കാൽ വന്നു തൊട്ടപ്പോൾ കരിങ്കുറിഞ്ഞി പൂത്തുപോയെന്ന് കൂരൻ കുതിച്ചു പാഞ്ഞു പറഞ്ഞിട്ട് പോയി. അവൻ്റെ കാൽ വന്നു തൊട്ടപ്പോൾ കരിങ്കുറിഞ്ഞി പൂത്തുപോയെന്ന് കൂരൻ കുതിച്ചു പാഞ്ഞു പറഞ്ഞിട്ട് പോയി. എവിടെയാവാം? കുവൽകെട്ട് ഇരുപൂളും പയ്യാനിയും ഇലകൾ ചേർത്തു. പ്രാർത്ഥനയോടെ കാട്ടുചെമ്പകം പൂത്തു. പരീലുപള്ളികളപ്പാടെ മുറിവുകളുടെ കായ്കൾ നിലത്തേക്കെറിഞ്ഞു. തോട്ടപ്പുഴു ചോര കുടിച്ചുറക്കത്തിലും സ്വപ്നമായി കേട്ടു. കാറ്റ് തല്ലിയ തമ്പകത്തിൻ്റെ മേലു മുഴുവൻ കൂടുകളാക്കിയ മരംകുത്തികൾ തലയെറിഞ്ഞു. അവൻ്റെ വാക്കത്തിയുടെ പാളലിനായി നിന്നുകൊടുക്കാറുണ്ടെന്ന് കൈപ്പൻ വള്ളികൾ. ഈറ്റക്കാട് ലോറിയേറിപ്പോയി ദിവസവും വാർത്തകളും എഴുത്തുകളുമായി തിരിച്ചു വരുന്നു. പെയിൻ്റടിച്ച് പുത്തനാക്കിയ 8:55 പാസഞ്ചർ ബസ് നീളത്തിൽ പായുമ്പോൾ പരമ്പിൻ വാതിലിൽ നിന്ന് പൗലോയുടെ മോള് ഇപ്പോഴും ആളുകളെ തോണ്ടും. റാണിക്കല്ലും മെഴുക്കുമാലിയും കടന്ന് മറയും മരങ്ങളുമില്ലാതെ വെളുത്ത കാടിനപ്പുറം ആവറുകുട്ടിയിലെ മുളച്ചു വരുന്ന മരക്കുഞ്ഞുങ്ങൾ, മഴക്കാറ് തഴമ്പായി പതിഞ്ഞ 2 കൈകൾ ഇന്നും ഓർത്തു നിൽക്കും. ഇതാണ് കവിത. ഇത് ഞാൻ അനുഭവിച്ച ഒരു ഇതാണ്. ഞാൻ അനുഭവിച്ച ഒരു അനുഭവം തന്നെയാണ്. എൻ്റെ ഉമ്മ പറഞ്ഞു തന്ന ഒരു കഥയും കൂടെ ചേർത്ത് കവിതയായിട്ട് വന്നതാണ്. ഇങ്ങനെ ഈ കവിത പരിസ്ഥിതി കവിതയിൽ വരുന്നത് ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ എനിക്ക് പ്രത്യേകമായിട്ട് പേരൊന്നും പറയാൻ പറ്റില്ല. പല കവികളും ചെയ്യുന്നത് ഈ പരിസ്ഥിതി കവിതകൾ എന്ന് പറഞ്ഞ് പ്രത്യേക രീതിയിൽ എഴുതുക, പ്രണയകവിതകൾ പ്രത്യേക. എനിക്ക് തോന്നുന്നത് കവിത ഈ ഏറ്റവും സത്യസന്ധമായിട്ട് ഉണ്ടായി വരുന്ന, അതിൽ തന്നെ രാഷ്ട്രീയം ഉണ്ടാവുന്നത്. ഇപ്പം ഈ ബേത്തിമാരെന്ന് പറഞ്ഞാൽ ഇവൻ്റെ സുകുമാരൻ്റെ അശോകൻ്റെ കവിതകളിൽ തനിയെ വരുന്ന കുറേ പൊളിറ്റിക്സ് ഉണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ഈ പരിസ്ഥിതി കടന്നു വരുന്നുണ്ട്. ഇത് സത്യസന്ധമാണ്. അത് ഉള്ളിൽ നിന്ന് വരുന്നൊരു സാധനമാണ്. ഉള്ളിൽ നിന്നും കാട്ടിലെ അരുവികൾ ഇങ്ങനെ ഒഴുകി വരുന്ന പോലെയുള്ള അങ്ങനെ ആയിരിക്കണം എഴുത്ത് എന്നാണ് എൻ്റെ വിശ്വാസം. പരിസ്ഥിതിയും പ്രകൃതിയുമെല്ലാം എല്ലാ കവിതകളിലും ഒരുപോലെ ഇടം പിടിക്കുന്നുണ്ട്. ശ്രീ സുകുമാരൻ്റെ കവിതകൾ എടുക്കുകയാണെങ്കിൽ നിറയെ പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതി അതിൽ കാണാൻ പറ്റും. അരവയർ ചാണിനോടുന്ന മനുഷ്യനും പെരുവയർ ചാണിന് വേണ്ടി ഓടുന്ന ആനയ്ക്കും ഒരേ ഒരു കാരണം വിശപ്പ് എന്ന് പറയുന്ന എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഴുത്താണ് സമരത്തേക്കാൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് തങ്ങളെ കൊണ്ടുവരുവാനുള്ള ഒരു മാർഗമെന്ന് ശ്രീ സുകുമാരൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം സുകുമാരനോട് ഉള്ളത്, ഇപ്പോൾ നിറയെ ഈ കവിതകൾ ഇപ്പോൾ 2 ഭാഷയിൽ എഴുതുന്നുണ്ടല്ലേ, റാവുള ഭാഷയിലും എഴുതുന്നുണ്ട്, മലയാള ഭാഷയിലും എഴുതുന്നുണ്ട്. ഇപ്പോൾ ഈ രാമൻ പറഞ്ഞതുപോലെ ഇരട്ട നാവുള്ള കവിതകൾ എഴുതുന്ന താങ്കൾ എങ്ങനെ ഈ റാവുള ഭാഷയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമങ്ങൾ തങ്ങളുടെ സമൂഹത്തിൽ നടത്തിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഭാഷയും എൻ്റെ അനുഷ്ഠാനങ്ങളും ഒക്കെ എൻ്റെ ആൾക്കാർ കൃത്യമായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ കവിത എഴുതാൻ കാരണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ള കാരണം, ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അത് ബേത്തിമാരൻ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു വാർഡൻ്റെ പണം ഞാൻ കട്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് എന്നെ കള്ളനാക്കി.
കള്ളനാക്കി കഴിഞ്ഞിട്ട് എന്നെ പിന്നെ ഒരു സ്കൂളിലും ഒരു ഹോസ്റ്റലിലും എന്നെ എടുക്കാതെയായി. അങ്ങനെ എൻ്റെ അച്ഛൻ ഹോസ്റ്റൽ വാർഡനെ പോയി വെല്ലുവിളിച്ചിട്ടാണ് എന്നെ ആ സ്കൂളിൽ പിന്നെ ആ ഹോസ്റ്റലിൽ ചേർത്തത്. ഈ കള്ളൻ എന്ന പേര് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കൂളിൽ സ്പോർട്സിലും സകല മത്സരങ്ങളും പങ്കെടുത്ത് അവരുടെ മാപ്പിള ഭാഷയും ക്രിസ്ത്യാനി ഭാഷയും അവർ സംസാരിക്കുന്നത് പോലെയുള്ള ഭാഷ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഇതിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു കിട്ടണ്ടേ. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ നല്ല പിന്നെ 4 കുട്ടികൾ 1ാം സ്ഥാനം പിന്നെ എല്ലാ വർഷം മേടിക്കുന്നത്. അങ്ങനെ സ്കൂളിൽ ഞാൻ സ്പോർട്സിൻ്റെ ചാമ്പ്യനായി. കള്ളൻ എന്ന പേര് ഞാൻ മാറ്റിക്കളഞ്ഞു. എല്ലാവർക്കും എന്നെ ഞാൻ അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സാഹിത്യം എഴുതിയത്, കവിത എഴുതിയത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ജീവിക്കില്ലായിരുന്നു. ഇതാണ് എൻ്റെ സാഹിത്യം. ഞാൻ ഇത് നമ്മുടെ കുട്ടികളും പഠിക്കട്ടെ, നമ്മുടെ കുട്ടികളും പുസ്തകത്തിലൊക്കെ വരട്ടെ. ഇനിയിപ്പോൾ 6ാം ക്ലാസ്സിലും വരുന്നുണ്ട്, 10ാം ക്ലാസ്സിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ വലിയ വലിയ എഴുത്തുകാരോടൊക്കെ പഠിച്ചതല്ലേ, ഇനി നമ്മളും ഉണ്ടാവട്ടെ. ഇപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ചർച്ചയിൽ വരേണ്ടതായിരുന്നു സിജു സി മീന. അദ്ദേഹത്തിൻ്റെ കവിതയുണ്ട് കൊഴിഞ്ഞുപോക്ക് എന്നുള്ള കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഭാഷാപരമായിട്ടുള്ള അവഗണന നേരിടുന്ന പണിയ കുഞ്ഞുങ്ങളുടെ കഥ. അതുപോലെ തന്നെ മലയാള സാഹിത്യത്തിൽ അല്ലെങ്കിൽ അതുകൊണ്ടാണ് താൻ പണിയ സമുദായത്തിൽ അല്ലെങ്കിൽ പെട്ട കവിതകൾ എഴുതുന്നതെന്ന് ശ്രീ സിജു പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഷാ പരിമിതികൾ വരുമ്പോൾ തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ബിന്ദു മേഡം പറഞ്ഞു പണിയ സമൂഹത്തിലുള്ള ലിപികൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ മന്നാൻ സമുദായത്തിലുള്ള ലിപികളൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിനെ നമ്മൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള ഒരു നല്ലൊരു ശ്രമം നമുക്ക് പറയാം. എൻ്റെ അടുത്ത ചോദ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള അനധികൃത കയ്യേറ്റങ്ങൾ അല്ലെങ്കിൽ ഭാഷാ പരിമിതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കവിതകളിൽ ഒരു കച്ചവടവൽക്കരണം വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഫോക്ക് സോങ് വന്നാലും ഇപ്പോൾ നഞ്ചമ്മയുടെ പാട്ടുകളൊക്കെ നമ്മളെടുത്ത് സിനിമ പാട്ടുകളൊക്കെ ഉപയോഗിക്കുന്നു. അപ്പം ഈ ഗോത്ര കവിതകൾ അല്ലെങ്കിൽ എന്ന് പറയപ്പോൾ നമ്മുടെ നാടൻ പാട്ടുകളുടെ ആ ശരിക്കുള്ള തനിമ നഷ്ടമായിട്ടുണ്ടോ? അങ്ങനെ കരുതുന്നില്ല. കാരണം നഞ്ചിയമ്മ സിനിമയിൽ പാടിയപ്പോഴാണ് അവരറിഞ്ഞു തുടങ്ങി. അതിനു മുമ്പ് അവർ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും സച്ചി എന്ന സംവിധായകൻ വിളിച്ച് അവരെ സിനിമയിൽ പാടിച്ചപ്പോഴാണ് അവർ ദേശീയ അവാർഡ് വരെ കിട്ടി ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർന്നത്. അങ്ങനെ പാടുന്നതിന് തെറ്റൊന്നുമില്ല. അവരുടെ ഇഷ്ടത്തിന് എഴുതുക, അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഭാഷയിൽ എഴുതുക, ഒക്കെ എഴുതി പാടുക എന്നുള്ളൂ. ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന ആൾ റാപ്പ് സിംഗർ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പച്ചയ്ക്ക് പാട്ടിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്, പല കലാരൂപത്തിലും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതിൽ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം വ്യത്യസ്തമായ രീതിയിൽ വരുന്ന രാഷ്ട്രീയ പൊളിറ്റിക്സ് അത് പലരും പല രീതിയിൽ ആവിഷ്കരിക്കുന്നു എന്ന് മാത്രം. ചിത്രകലയിൽ വരുന്നുണ്ട്, മറ്റു രീതികളിൽ വരുന്നുണ്ട്. ഇപ്പോൾ RLB രാമകൃഷ്ണൻ്റെ വിഷയം പറഞ്ഞാൽ അറിയാം, ഈ പഴയ ആഢ്യ കലകളുടെ ഇടയ്ക്കിലേക്കാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെയുള്ള പുതിയ പുതിയ രീതിയിലേക്ക് നാടൻപാട്ട് പണ്ട് തൊട്ടേണ്ട്. പഴയ നാടൻപാട്ട് അല്ല ഇപ്പോൾ കേൾക്കുന്നത്. അതിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട്. കലാഭവൻമണി വേറെ രീതിയിൽ ഇത്തിരി കൂടി കലാഭവൻമണി അത് ജനകീയവൽക്കരിച്ചു. അതൊക്കെ തെറ്റൊന്നുമല്ല. അതുപോലെ കവിത തന്നെ. കവിത ആദ്യം അനുഷ്ടുപ്പ് വൃത്തത്തിലും കഷായ പദ്യ വൃത്തത്തിലൊക്കെ ആയിരുന്നു, ആർക്കും മനസ്സിലാവില്ലാത്ത ഇതിൽ. ആശാനൊക്കെ വന്നപ്പോൾ ഇത്തിരി കൂടി വേറെ രീതിയിലൊക്കെ ആക്കി. അങ്ങനെ വരുന്നു, കവിത മാറി 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 ഈ പറയുന്ന അവസ്ഥയിലേക്ക്, വൃത്തമില്ലാത്ത അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ദ്രാവിഡ വൃത്തം പല പുതിയ വൃത്തങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക്, താളക്രമങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കവിത മാറുക. അത് ഒരു മാറ്റമാണ്. ആ മാറ്റം തന്നെയാണ് ഇതിലും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സംരക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് നല്ലതായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾ വരട്ടെ എന്ന് തന്നെയാണ് പറയാവുള്ളൂ. ഈ നാടൻപാട്ടായാലും ഈ ഗോത്ര ആചാരങ്ങളിലെ പാട്ടുകളുണ്ട്. ഗോത്ര ഇപ്പം ഈ
കാലൗട്ടൊക്കെ ഉണ്ട് ഈ മന്നാൻ സമുദായത്തിൻ്റെ. അങ്ങനെയുള്ള ഒത്തിരി അവരുടെ പാട്ടുകളുണ്ട്, ഒത്തിരി മുതുവന്മാരുടെ പാട്ടുകളുണ്ട്. അവരുടെ മുതുവ പാട്ടുകൾ ഈ തമിഴുമായിട്ട് ബന്ധമുള്ള ഒത്തിരി പാട്ടുകളാണ്. അതൊക്കെ ഇങ്ങനെ അതിൻ്റെ പുതിയ രീതിയിലേക്ക് വരുന്നതാണ് ഈ അശോകന കവിതയിലേക്ക് വരുന്നത്. മുതുവ ഭാഷയിൽ കവിത വന്നിട്ട് ആ കവിതയായിട്ട് വരുന്നതാണ്. അവൻ കവിത അവൻ്റെ ഭാഷയിലാണ് എഴുതണേ. സുകുമാരൻ്റെ ഭാഷയിലാണ് എഴുതുന്നത്. വേറൊരാൾ കുംഭാര ഭാഷയിൽ എഴുതുന്ന കവിയുണ്ട് മലയാളത്തിൽ. ഈ കലമൊക്കെ ഉണ്ടാക്കുന്ന കുംഭാര ഭാഷയിൽ എഴുതുന്ന മുകേഷ് കേസി, അവൻ ഒക്കെ കവിതയിൽ അങ്ങനെയാണ് എഴുതുന്നത്. അങ്ങനെ അവരവരുടെ ഭാഷ അവരവർ പുതിയ രീതിയിലേക്ക് കൊണ്ടുവരട്ടെ, ആ ഭാഷകൾ നിലനിൽക്കട്ടെ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ കവിതയിലുള്ള ഈ മാറ്റം അല്ലെങ്കിൽ ബ്രാൻഡഡ് ആവുന്ന ഒരു മാറ്റം, ഇപ്പോൾ മന്നാൻ സമുദായത്തിലാണെങ്കിൽ അവരുടെ മന്നാൻ കൂത്തുണ്ട്. മന്നാൻ കൂത്ത് ഇപ്പോൾ സിനിമ ഇപ്പോൾ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നടത്തപ്പെടുന്നത്. സിനിമാറ്റിക് ഡാൻസിൻ്റെ ഒക്കെ ആവിർഭാവത്തോടെ ഇപ്പോൾ കുമ്പളിയിലത്. പക്ഷെ നിറയെ ആളുകളൊക്കെ അതിന് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ശ്രീ സുകുമാരൻ, താങ്കളിപ്പോൾ റാവുള ഭാഷയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് റാവുള ഭാഷയിൽ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാറ്റത്തോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇത് വേണം. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മലയാളം ഞങ്ങളോട് ചേരുന്നില്ല. ഞങ്ങൾ മലയാളത്തോട് ചേർന്ന് പോകാനാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ 40 ഇന്ന് അറിയപ്പെടുന്ന കവികൾ അവരുടെ ഭാഷയെ മലയാളത്തിലേക്ക് മാറ്റിയെടുക്കുക. ഞാൻ അങ്ങനെയാണ് കവിത എഴുതാറ്. ഞാൻ മലയാളവും റാവുള ഭാഷയും ഒന്നിച്ചാണ് എഴുതുന്നത്. കാരണം ഞാനല്ല, നിങ്ങളെല്ലാവരൊക്കെ പണ്ട് മുതൽ പഠിച്ചാലേ ഈ പണ്ടത്തെ മലയാള പാഠപുസ്തകത്തിൽ ഒരുപാട് സംസ്കൃത പദങ്ങളുണ്ടാവും. അപ്പം ഇതിൻ്റെ അർത്ഥം തപ്പിയിട്ട് നമ്മുടെ നാട്ടിലെ സകല വീട്ടിലേക്ക് പോയിട്ട് ചോദിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെ ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ എൻ്റെ ഭാഷ അതിലേക്ക് മലയാളത്തിലേക്ക് ചേർന്ന് കവിതയുടെ രൂപത്തിലോ അല്ലെങ്കിൽ കഥയുടെ രൂപത്തിലോ മാറുമ്പോൾ ആ ഭാഷ കുറച്ചുകൂടി സഞ്ചരിക്കും. അത് ഒരുപാട് ആൾക്കാരുടെ ഇടയിലെത്തും. അപ്പം നമുക്ക് ഈ മലയാളത്തിൽ നമ്മൾ കേട്ട് പരിചിതമായ അല്ലെങ്കിൽ മാറ്റിവെക്കാൻ പറ്റിയ കുറച്ച് വാക്കുകളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഗോത്രഭാഷ അതിലേക്ക് ചേർക്കാം. ഇപ്പം നമ്മൾ മലയാളം ഭാഷയാണോ മുത്തശ്ശി? എനിക്കറിയില്ല. മുത്തശ്ശി എന്ന് പറയുന്ന വാക്ക് മലയാളമാണോ? വല്യച്ഛൻ എന്ന് പറയുന്ന വാക്ക് മലയാളമാണോ? എന്നാൽ ഞങ്ങൾക്ക് വേറെ പ്രത്യേക ഭാഷയുണ്ട്. ഓരോ ഗോത്രത്തിനും അവർക്ക് പ്രത്യേക ഭാഷയുണ്ട്. ഞാൻ ഇത്തിയമ്മ എന്നാണ് പറയുന്നത്. ഇത്തിയമ്മ, അച്ചപ്പി. അപ്പം ഈ നമ്മൾ കേട്ട് പരിചിതമായ ആ ഭാഷയെ മാറ്റി വെച്ചിട്ട് അങ്ങ് ചേർത്താൽ നമുക്ക് ഈ ഭാഷയും അങ്ങോട്ട് വളർന്നോളും. അപ്പം നമ്മളും ആ ഭാഷ പഠിക്കും. ഇത് എത്ര ആൾക്കാരെന്നറിയോ വയനാട്ടിൽ നന്നായിട്ട് റാവുള ഭാഷ സംസാരിക്കുന്നത്. അവർ സംസാരിക്കുമ്പോൾ എനിക്ക് കൊതിയാവുക. കാര്യം ഞാൻ റാവുള ഭാഷ സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമില്ല. പക്ഷെ പുറത്തുള്ളവർ ഇത് സംസാരിക്കുന്നത് വൃത്തിയായിട്ട് നമുക്ക് കൊതിയാവും. അപ്പം അത്തരത്തിൽ ഞങ്ങളും മലയാളം പഠിച്ച പോലെ നിങ്ങളും ഞങ്ങളുടെ ഭാഷകൾ പഠിക്കും. അതല്ലേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാഹിത്യത്തിലൂടെ. കഥയായാലും കവിതയായാലും എല്ലാ തരത്തിലുള്ള എഴുത്തുകളും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മലയാളം പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു, ഹിന്ദി പഠിക്കുന്നു, പലതരത്തിലുള്ള മറ്റു ഭാഷകളിലേക്ക് പഠിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെന്തുകൊണ്ട് കേരളത്തിൽ മലയാളി എന്ന് പറയുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഞങ്ങളുടെ ഭാഷയിലേക്ക് എത്തുന്നില്ല? ആ ഭാഷ പഠിക്കാനെന്ത് ആഗ്രഹിക്കുന്നില്ല? നമ്മൾ പുറമെ ആദിവാസി സ്നേഹം പറഞ്ഞ് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഗദ്ദള അതിൻ്റെ അർത്ഥമൊന്നും പറഞ്ഞാൽ ഇവിടെ ആർക്കെങ്കിലും അറിയോ ആദിവാസി ഭാഷ? അറിയുന്നവരാരോ ഉള്ളത് ഇവിടെ?
കേരളത്തിലെ സകല ആദിവാസി പഠിച്ച് പിന്നെ ആദിവാസി ഭാഷയും പഠിച്ചവരൊക്കെ ഉണ്ട് ഇവിടെ എന്നൊന്ന് പറഞ്ഞ ഗദ്ദള ഗിരാച്ചാര. അതിന്റെ അർത്ഥം ഇപ്പൊ പറയാൻ ധൈര്യമുള്ളവരുണ്ട് എന്ന് പറ. ഒരുത്തനുമില്ല. അത്രയും പറഞ്ഞ് വെയും വിളക്കിയവരൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ, അത് വിട്ടു. അപ്പോ ഇങ്ങനെയുള്ള പുതിയ പുതിയ വാക്കുകൾ നമ്മുടെ നാട്ടില്, നമ്മുടെ പിന്നെ മലയാള ഭാഷയിലേക്ക്, കേരളത്തിലേക്ക് കയറി വരുമ്പോൾ ഞാനും കൂടി സന്തോഷിക്കുകയാണ്. കാരണം എനിക്ക് വേണ്ടി മാത്രമല്ല അത് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഇനി വരുന്ന തലമുറകൾ, തലമുറയാൽ പിന്നെ കേരളത്തിലെ ജനങ്ങൾ അതൊന്ന് പഠിക്കട്ടെ. എൻ്റെ ആൾക്കാരായാലും മറ്റ് പലതരത്തിലുള്ള ആൾക്കാരായാലും പല ഭാഷകളായിട്ട് കൂടിച്ചേർന്ന് ഒരു സാഹിത്യമായി അല്ല ഒരു കുടുംബമായി മാറാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്തായാലും റാവുള ഭാഷയിലുള്ള ഒരു 2 വരികളും അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനും തന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്കത് ഉപകാരപ്പെടും. ഏന് മാറയാ മാന കുത്തിന കൊമ്പ് കൊണ്ട് മാന്തി നീരി പൊടിഞ്ഞെന്നോ. എന്താ മാരച്ച, മാന് കുത്തിയ കൊമ്പില് നീര് മുളച്ചോ. ഇന്ത്യ നാളം നീ ബന്ധപരിപോവൂ വെള്ള വെച്ചു വെള്ളാറാട്ടു മാടുവേ. ഇന്ന് നീ വന്ന വഴിയിൽ വെള്ള വെച്ച് ആറാട്ടുമാടി നീ മാറും. മെയ്യിൽ തന്ത ഉಗುರು ಬುರೆವಲು ಪಟಾಕಿ, മെയ്യിൽ തന്ത ഉಗುರು ബുവേಲು പട്ടാക്കി നീ ബരേഞ്ചു കാടമാന കഥ നിന്റെ ജീവിതം പഠിച്ച് നീ വരച്ചു വെച്ച ആ വരിയിൽ കാട്ടുമാനായി കമ്പളം. അതിന് വാക്കുകളില്ല കേട്ടോ. കമ്പളത്തിന് അതിന് മലയാളത്തിലുമില്ല, ഒന്നുമില്ല. അത് അങ്ങനെ തന്നെ പോകണം. ബ്ലാക്ക് മാമൻ്റെ മണ്ണതിരിക്ക് നൂഴൽ കിട്ടുന്ന എത്തിമമ്മോ പന്തിരിക്കാവിലി നീക്കൊരു കുടിമാടുവും. ബ്ലാക്ക് മാമൻ്റെ വിളക്ക് മാമൻ്റെ കാവിൽ അനുഗ്രഹം ലഭിച്ചു. ഇത്തിയും അമ്മയും മുത്തശ്ശിയും അമ്മയും പന്തിരിക്കാവില് നിനക്കൊരു ചെറിയൊരു വീട് നിർമ്മിക്കും. താങ്ക് യു. ഇപ്പോൾ ഓഡിയൻസിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ഡിഗ്രി കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമുണ്ട്. ഈ അമേരിന്ത്യൻ ഗോത്രവർഗക്കാരായ ആദിവാസികൾ മൊഹാക്ക് ഭാഷ അവരുടെ നമ്മളുടെ പുതിയ കാലഘട്ടത്തിൽ ഭാഷ ഇല്ലാതെയായി. അപ്പോൾ അവരുടെ ഭാഷ തിരിച്ചു പിടിക്കാൻ അവർ കഠിന പരിശ്രമം നടത്തി ആ ഭാഷയെ അവരുടെ വിഭാഗം തിരിച്ചു പിടിച്ചു എന്ന്. അവരതിന് ചെയ്ത ടെക്നിക്ക് ഉച്ചവരെ സ്കൂളുകളിൽ അവരുടെ വിദ്യാഭ്യാസം നടത്തുന്ന സാധാരണ ഭാഷ പഠിക്കുകയും പാഠഭാഗങ്ങൾ പഠിക്കുകയും ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അധിക സമയം കണ്ടെത്തിയിട്ട് ഈ കുട്ടികളെ അതാത് ഗോത്രത്തിലുള്ളവരുടെ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്തത്. അവരതിൽ വളരെയധികം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കവി എന്ന നിലയിലും എനിക്ക് അധികം പ്രവർത്തനങ്ങൾ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇത്തരം കവിതകളുണ്ടാവുമല്ലോ, ഗോത്രങ്ങളിലെ കഥകൾ, മിത്തുകൾ, കവിതാ ശകലങ്ങൾ, പഴഞ്ചൊല്ലുകൾ, ഇത്തരം വൈജ്ഞാനിക അറിവുകൾ നിങ്ങൾക്ക് വാമൊഴിയായിട്ട് പകർന്നു കിട്ടിയത്, അത് ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായി പഠിപ്പിക്കാനോ അത്തരം അറിവനുഭവങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടോ ഉള്ള പഠന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടത്തുന്നുണ്ടോ? ഇത് ഞങ്ങൾ പിന്നെ ഈ
കഥയും പഴങ്കഥകളും ഞങ്ങളുടെ സമുദായത്തിന് അല്ല നമ്മുടെ ഒരു സമുദായത്തിന് ലഭിച്ചത് ഒരു അച്ചടക്കം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഈ കഥകൾ കേട്ട്, കവിതകൾ കേട്ട്, അവരുടെ പാട്ടുകൾ കേട്ട് ഒരുപാട് കുട്ടികൾ നല്ല അച്ചടക്കം പഠിച്ചിരുന്നു. അവരുടെ ഭാഷ അവർ സംരക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഭാഷയ്ക്ക് കുറച്ച് ശബ്ദം കൂടുതലാണ്, ആദിവാസി ഭാഷയ്ക്ക്. ഞാൻ മലയാളത്തിൽ ചേട്ടാ സോറി, ഞാൻ ഇന്നലെ മാനന്തവാടി പോയിരുന്നു, ചായ കുടിച്ചു. ഇങ്ങനത്തെ സംസാരമല്ല. ഞങ്ങളുടെ ഭാഷയെക്കുറിച്ച് ശബ്ദം കൂടെ. അപ്പാ നിങ്ങൾ വിചാരിക്കുന്നത് വഴക്കിടുന്നാന്ന്. ഇത് വഴക്കല്ലെന്നേ, സ്നേഹമാന്നേ. നിങ്ങളെല്ലാം അങ്ങോട്ട് വാ, ചാലിക. ഞങ്ങൾ സംസാരിക്കുന്ന ആ ഭാഷയുടെ ഒരു മഹത്വവും അതിൻ്റെ ഒരു ശബ്ദവും ഞാൻ കാണിച്ചു തരാം. രാത്രിയായാലും പകലായാലും ഇങ്ങനെ വിളിക്കുള്ളൂ. ദൂരെയുള്ള അടുത്തുള്ള ആളുടെ അടുത്ത് അവ്വാ നീ അതാ നോക്കത്തിൻ്റെ കഞ്ചി കുടിച്ചേ. ഇത് പുറത്തുള്ള വിചാരിക്കുന്ന വഴക്കിടുന്നാന്നാ. ഇതൊന്നുമല്ല, ഞങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കാറ്. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് സംസാരിച്ച് നോക്ക്. അപ്പം ഞങ്ങളുടെ ഭാഷ കൃത്യമായിട്ട് അവരുടെ അനുഷ്ഠാനവും അത് നമ്മുടെ ഊരിൽ സുരക്ഷിതമാണ്. അത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. പല പല ആൾക്കാരും കഥകളായിട്ടും പാട്ടുകളായിട്ടും ഇങ്ങനെ പറഞ്ഞു തരുന്നത് കൊണ്ട് ഞാൻ ഈ കോലത്തിലായെന്നുള്ളൂ. താങ്ക് യു. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചോദ്യം ചോദിച്ചത് എന്തെങ്കിലും പഠന പ്രവർത്തന മേഖലകൾ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും താങ്കളുടെ ആദിവാസി മേഖല അല്ല താങ്കളുടെ ഊരിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിനു വേണ്ടി പ്രത്യേകതയായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്? ഞാൻ ഊരിൽ അത്രയൊന്നും ഞാൻ സ്വന്തമായിട്ട് ഒരു വായനശാല ഉണ്ടാക്കാൻ പുറപ്പെട്ട ഒരു മനുഷ്യനാണ്. നമ്മുടെ ഊരിലെ കുട്ടികളെ വിളിച്ച് അവിടെ ഇരുത്തി എൻ്റെ ഭാഷ പഠിപ്പിക്കുക, പുതിയ തരത്തിലുള്ള പുസ്തകം വായിപ്പിക്കുക, ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സ്ഥലം പോലും ഞാൻ പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ പുസ്തകം ശേഖരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരുപാട് ആൾക്കാർ പുസ്തകം തരാനും തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കുറച്ച് സ്ഥലം, ഒരു കുഞ്ഞ് ലൈബ്രറി, ഒരു അലമാരയെങ്കിലും ഞാൻ വെച്ചിട്ട് എൻ്റെ കുട്ടികളെ, എൻ്റെ ഗ്രാമത്തിനെ ഞാൻ വായനയിലേക്ക് എത്തിക്കും. അത് സത്യം. ഇവിടെ സുമാനയുടെ മാനന്തവാടിയിലെ ചാലികത എന്ന് പറഞ്ഞ ഉൾപ്രദേശത്തുള്ളൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. പക്ഷെ അതേസമയം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കവി കൂടിയാണ്. അപ്പോൾ ഈ ഉൾപ്രദേശത്തുള്ള താമസവും ഈ കവി എന്നുള്ള ആ ഒരു ഇതും അപ്പോൾ രണ്ടും കൂടെ എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ചുരമിറങ്ങുന്നത്. കാര്യം എൻ്റെ ശരീരത്തിന് മറ്റ് ജില്ലകളിലുള്ള കാലാവസ്ഥ പിടിക്കില്ല. ഞാൻ വല്ലപ്പോഴും അല്ലേ വരുന്നത്. ഇപ്പം ഇവിടുത്തെ ചൂട് പോലെ സഹിക്കില്ല, അതാ ഫാനിൻ്റെ ചൂടിൽ പോയി നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് ഞാൻ പുറത്ത് വന്നിട്ട് കവിത ചൊല്ലുകയും കഥ പറഞ്ഞും ചിരിച്ചും പല സുഹൃത്തുക്കളുമായിട്ട് സംബന്ധിച്ച് അവരോടൊപ്പം സ്നേഹിച്ചും ചിരിച്ചുമൊക്കെ പോകുന്നത്. ഞാൻ ഒരു തവണ എറണാകുളത്ത് 6 മാസം താമസിച്ചിട്ട് തിരിച്ചു പോയതാണ്. എറണാകുളം, കൊച്ചിയിൽ, കടവന്ത്രല്ല, പാലാരിവട്ടം ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി പോയതാണ്. 6 മാസം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ എന്നെ കാട്ടിൽ നിന്ന് ആന ഓടിച്ചു. കാട്ടിൽ നിന്ന് ആന ഓടിച്ചു. എന്താണെന്നറിയില്ല, എൻ്റെ മണം പോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് മണം പിടിപ്പിക്കട്ടെ. അപ്പം ആ മണം നമ്മുടെ കേരളത്തിലും ലോകത്തും എല്ലാം പരക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ശരീരം ഒന്ന് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ പ്രശ്നമുണ്ട് മാഷെ. മാരിയപ്പൻ പിണവർക്കോടിയിലെ ഊരുമുപ്പനായിരുന്നു. ഒരു മുതുവ സമുദായത്തിലെ ഒരു ഊരുമുപ്പനാണ്. അദ്ദേഹത്തെ എനിക്ക് കോളേജ് കാലം തൊട്ട് പരിചയമുള്ള ഒരാളാണ്. നേര്യമംഗലം അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ വന്ന് അങ്ങനെ വാപ്പായൊക്കെയായിട്ട് പരിചയമുള്ള ഒരാളായിരുന്നു. മരിച്ചുപോയി. ഇതും നേരത്തെ എഴുതിയൊരു കവിതയാണ്. മാരിയപ്പൻ. മലയിറങ്ങിയ മഴയ്ക്ക് മാരിയപ്പൻ്റെ
ചൂര്. കാട്ടുപുകല തലക്കറക്കത്തിൽ മഴയത്ത് പുഴയിൽ നിലാവുദിക്കുന്നു. മുതുവാച്ചണ്ട തന്നിടത്തെ തലയ്ക്കലൊരു കൊടുങ്കാറ്റിൻ ഉരുൾപൊട്ടൽ. മാരിയപ്പൻ ചാവുമൂപ്പനായി മലയിറങ്ങുന്നു. പിണവൂർക്കുടിയിലെന്ന മഴക്കറക്കം. മാരിയപ്പൻ മലകേറി പോണ കണ്ടോ, ചോലക്കിടയിൽ മാരി പെയ്ത് പെയ്ത്. മാരിയപ്പൻ മലകേറി പോണ കണ്ടോ, ചോലക്കിടയിൽ മാരി പെയ്ത് പെയ്ത്. കവി അക്ബർ നേര്യമംഗലത്തിനോടാണ് ചോദ്യം. സുകുമാർ ചാലികതയെ പോലെയുള്ള ഗോത്ര കവികൾ കാടിനെ അവരുടെ സ്വത്വമായിട്ടൊക്കെ ആവിഷ്കരിക്കുമ്പോൾ കാടിൻ്റെ പരിസരത്തും കാടിൻ്റെ അറിവ് അനുഭവങ്ങളിലും ജീവിക്കേണ്ടി വന്ന താങ്കൾ കവിതയെ അടയാളപ്പെടുത്തുന്നത് അതിൻ്റെ അത് അടയാളപ്പെടുത്തുമ്പോൾ ഈ സാഹിത്യത്തിൽ താങ്കൾ നേരിടുന്ന പ്രതിസന്ധിയും കൂടെ ഒരു 2 വാക്കിൽ പറയാൻ. അത് ചുരുക്കി പറഞ്ഞ ഇപ്പോൾ ഈ കുറത്തി എന്ന കവിത ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ച കവിതയാണ്. കുറത്തി എന്ന കവിതയുടെ ഒരു പ്രശ്നം, കുറത്തി എഴുതിയത് കടമനിട്ടയാണ്. കടമനിട്ട കുറത്തി എഴുതിയത് ഇപ്പോൾ സുമാരൻ പറഞ്ഞ പോലെ അതിൻ്റെ പുറത്ത് നിന്നിട്ട് നോക്കിക്കാണലായിരുന്നു കുറത്തി എന്ന് പറഞ്ഞ കവിത. ഞാൻ പക്ഷേ അങ്ങനെയല്ല. ഞാൻ കാടുമായിട്ട് ചെറുപ്പം തൊട്ട അനുഭവമുണ്ട്. കാട്ടിലെ ആൾക്കാരുമായിട്ടും ഈ പറയുന്ന ആദിവാസി മുതുവാർ സമുദായക്കാരവിടെ 5-ാം മൈൽ കുടി എന്ന് പറയുന്ന കുടിയൊക്കെ അടുത്തടുത്തുണ്ട്. അവരൊക്കെ ആയിട്ട് അടുത്ത ബന്ധമുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റുകൾ വരെയുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അവരുമായിട്ട് ബന്ധമുണ്ട്. കാട്ടിക്കട ചെറുപ്പം തൊട്ട് നടന്നിട്ടുണ്ട് ഒത്തിരി. കാട്ടിലങ്ങനെ കാട്ടിക്കട പോയിട്ടുണ്ട്. ഇവരുടെ ജീവിത അവരുടെ ജീവിതത്തിലേക്ക് ഉള്ളിൽ ചെന്ന് ജീവിച്ചിട്ടില്ല എന്നുള്ളൂ. കാട് എനിക്കറിയാം, പ്രകൃതി അറിയാം, കാടിലെ മരങ്ങൾ ചെടികളെല്ലാം എനിക്കറിയാം. എനിക്ക് എന്നെ ഉമ്മ പറഞ്ഞു തന്നല്ല മിക്കത്, ഉമ്മ എന്നെ ആയിരുന്നു എൻ്റെ. പിന്നെ ഒരു ചോതിപ്പാപ്പൻ എന്ന് പറഞ്ഞ ഒരു പാപ്പൻ ഉണ്ടായിരുന്നു, വയസ്സായ ആൾ. അദ്ദേഹത്തൊക്കെയാണ് പറഞ്ഞു തന്നത്. അങ്ങനെയാണ് ഈ കാട്ടിലേക്ക് കയറി പോവുക, കാട്ടിൽ പോവുക. അന്നൊക്കെ കാട്ടിൽ പോകാൻ പേടിയില്ല. പക്ഷെ ഇപ്പോൾ ആനയാണ് മൊത്തം കാട്ടിൽ ഇറങ്ങേണ്ടി ആന നമ്മൾ ഓടിക്കും. ഇതാണ്, അങ്ങനെയാണ് ഞാൻ കാടിനെ അനുഭവിക്കുന്നത്. കാടിനെ പുറത്ത് നിന്നല്ല അകത്ത് നിന്ന് തന്നെയാണ് കാടിനെ അനുഭവിക്കുന്ന പരിസ്ഥിതി. കവി എന്ന ഗോത്രം എന്ന ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം വന്ന ശ്രീ അക്ബറിനും ശ്രീ സുകുമാരൻ ചാലികതയ്ക്കും സ്നേഹം നിറഞ്ഞ നന്ദി. അതുപോലെ ഈ ചർച്ചയെ സജീവമാക്കിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. അതോടൊപ്പം ആതിഥ്യ മര്യാദയ്ക്ക് പേരുകേട്ട കോഴിക്കോടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ ഒന്നായിട്ട് നിൽക്കുന്ന ഈ കിർത്താഡ്സിൽ തന്ന എല്ലാ ആതിഥ്യ മര്യാദയ്ക്കും സ്നേഹത്തിനും എല്ലാ അംഗങ്ങൾക്കും നന്ദി. ഇനിയും ഇത് ഒരു വലിയ ഒരുപാട് ചർച്ചകൾ ചെയ്യാനുള്ള ഒരു വലിയ വിഷയങ്ങളുള്ളതാണ്. സമയപരിമിതി കൂടി നമ്മൾ കുറച്ച് വിഷയങ്ങൾ மட்டுം തൊട്ടുപോയതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.